കപ്പൽ അപകടം നടന്നയിടത്ത് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറയുകയാണ് അദ്ദേഹം. അവിടേക്ക് പോയി അവിടെ ഈ ബോട്ടുകൾ തമ്മിൽ അല്ലെങ്കിൽ തൊഴിലാളികൾ തമ്മിൽ ഒരു മത്സരം നടക്കുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. വല നശിച്ചവർക്ക് ധനസഹായം നൽകുന്നത് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ ആദ്യത്തെ കപ്പൽ മുങ്ങി അതിനകത്ത് അവശിഷ്ടങ്ങൾ പുറത്ത് വന്നപ്പോൾ തന്നെ ആ ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ലൊക്കേറ്റ് ചെയ്തു. അവിടേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന അറിയിപ്പ് നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് മത്സ്യത്തൊഴിലാളികൾ പോകുമല്ലോ. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പിന്നെ വല നഷ്ടപ്പെടുന്ന കേസുകൾ വന്നാൽ അതിൻ്റെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ വലയ്ക്ക് ഇൻഷുറൻസ് ഇല്ല. നമ്മൾ വലയ്ക്കെല്ലാം ഇൻഷുറൻസ് കൊടുക്കാനായിട്ട് നമ്മൾ ഗവൺമെൻറ് അതിൻ്റെ സഹായം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ വലയ്ക്ക് ഇൻഷുറൻസ് കമ്പനികൾ അതിനെന്തെങ്കിലും കേട് സംഭവിച്ചാൽ അതിന് പൈസ തരുന്നില്ല. അപ്പോൾ വല്ലാത്ത തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത തൊഴിലാളിക്ക് വരുമെന്നുള്ള സംശയം വേണ്ട. എന്തായാലും അവരെ കൈവിടത്തില്ല.